ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ മാമ്പഴം എങ്ങനെ കേടുകൂടാതെ കുറേ കാലം സൂക്ഷിക്കുക എന്നാണ് കേട്ടോ. ഞാനിവിടെ നല്ല പഴുത്ത മാമ്പഴം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഉണക്കിയെടുത്ത ഭരണിയിലേക്ക് ഇടുക. ഇതിന് മുകളിൽ ഉപ്പിട്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇടുക. ഇത് കേടുകൂടാതെ കുറേ നാളുകളിരിക്കും. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനും സൂപ്പറാണ്. ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ മാവിലെ ലാസ്റ്റ് മാമ്പഴമാണിത്. മോൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് മാമ്പഴ പുളിശ്ശേരി. അവൾ വരുമ്പോഴേക്കും മാമ്പഴം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ വരുമ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതുപോലെ അബ്രോഡൊക്കെ ഉള്ളവർ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ചാൽ അന്നെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ ഫ്രീസറിൽ വയ്ക്കുക. എന്നിട്ട് നന്നായി തണുക്കുമ്പോൾ പുറത്തെടുത്ത് ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനും മാംഗോ ഷേക്ക് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ ചാമ്പയ്ക്കയും കോവയ്ക്കയും പയറും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കോവയ്ക്കയും പയറും കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി സിപ്ലോ കവറിലിട്ട് ഫ്രീസറിൽ വെച്ചു. സിപ്ലോ കവറിൽ വയ്ക്കുമ്പോൾ അതിലെ എയർ നന്നായി കളഞ്ഞിട്ട് ലോക്ക് ചെയ്യുക. നമുക്ക് റെയിനി സീസൺ വരികയാണല്ലോ. നല്ല മഴ സമയത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഉണ്ടാവില്ല. ആ ടൈമിൽ ഇവയൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വല്യമ്മച്ചി നിലവറയ്ക്കുള്ളിൽ നിന്നും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മാങ്ങാക്കറിയും മാങ്ങാ ചമ്മന്തിയും ഉണ്ടാക്കുന്ന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ റെയിനി സീസണിൽ നമുക്ക് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.